ഇന്നലെ നടന്ന ഹർത്താല് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് അത് തന്നെ പറയട്ടെ. ആര് നടത്തിച്ചാലും ആര് നടത്തിയാലും ശുദ്ധ തെമ്മാടിത്തരമാണ്. അതിന് കാരണം വളരെ ആസൂത്രിതമായി തന്നെയാണ് ഈ ഹർത്താൽ നടത്തിയത് എന്നാണ്. ജിതിൻ എന്ന ആ ഒരു വ്യക്തി ഇതൊരു കാരണമായിട്ടാണ് വെക്കുന്നത്. അവരുടെ വീട്ടുകാർ ആരെങ്കിലും പ്രതികരിച്ചായിട്ട് കണ്ടില്ല. ഇവിടെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട ജിതിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷെ ഇന്നലത്തെ ഹർത്താൽ കേരളത്തിലെമ്പാടും ജനജീവിതം സ്തംഭിക്കുന്നതല്ല, ഓക്കെ, ഒരു തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോൾ, അതായത് ക്യാൻസർ രോഗിയായി കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ട് പോണ്ട എന്ന് പറയാം, വിശന്ന് കരയുന്ന കുട്ടി അതിന് പാല് കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ കൊണ്ടുപോകാൻ സമ്മതിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ബലമായിട്ട് വാഹനങ്ങൾ തടയുക, കടകൾ അടപ്പിക്കുക, തെമ്മാടിത്തരം എന്നുള്ളത് എന്താ പറയാ. ഈ മരിച്ചവൻ തിരിച്ചു വരും. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ ഇത്തരത്തിൽ ഹർത്താലും മറ്റും ആഹ്വാനം ചെയ്യുന്നവരോട് വെറുപ്പ് തോന്നാൻ, അതുപോലെ സഹതാപമാണ് ഇതൊക്കെ കാണിക്കുന്നവരോട്. ഈ മരണപ്പെട്ടവന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ നടക്കുന്നതെന്ന് തോന്നുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിച്ച നമ്മളൊക്കെ വെറും പൊട്ടന്മാരായി പോയല്ലോ എന്നൊരു തോന്നലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് ശുദ്ധ തെമ്മാടിത്തരമാണ് കാണിച്ചത്. ഇതിനെയൊക്കെ പിടിച്ച് അകത്തിടണ്ടേ, എല്ലാത്തിനും പിടിച്ച് അകത്തിടണ്ടേ. തോന്നിയാസങ്ങൾ കാണിക്കുമ്പോൾ പോലീസുകാർ കുറെ മരവാഴകൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഏതോ ഒരു സ്ഥലത്ത് മാത്രം എല്ലാത്തിനും പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പിടിച്ച് വാഹനം ഗതാഗതം തുറന്നു വിടുന്നത് കണ്ടു. ഒരിടത്ത് മാത്രമേ പോലീസുകാർ അങ്ങനെ പെരുമാറുന്നുണ്ടുള്ളൂ. ബാക്കിയുള്ള കുറെ കാക്കിയിട്ട മരവാഴകൾ എല്ലായിടത്തും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എല്ലാത്തിനെയും തൂക്കിയെടുത്ത് കൊണ്ടുപോകണം. നോക്ക്, എന്ത് തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്. ഒരുത്തൻ മരണപ്പെട്ടു. ആ മരണപ്പെട്ടവന് വേണ്ടി കേരളത്തിലെ മുഴുവൻ ആൾക്കാരും പ്രതികരിച്ചതാണ്. അയാളെ ശിക്ഷിക്കണം, ഇതിനെതിരെ നടപടി വേണം എന്ന് കൃത്യമായി പറഞ്ഞതാണ്. ആ പറഞ്ഞവന്റെ ഒക്കെ നെഞ്ചത്തേക്ക് കയറി നിരങ്ങിക്കൊണ്ടാണ് ഈ തെമ്മാടിത്തരം കാണിച്ചതെന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ എന്താ പൊട്ടന്മാരാണോ ഈ പറയുന്ന ആൾക്കാർ? ഏത് സംഘടന ആയിക്കോട്ടെ, അത് ദളിത് സംഘടന ആയാലും ഇനി മേലാളന്റെ സംഘടന ആയാലും ഏത് സംഘടന ആയാലും തെമ്മാടിത്തരം കാണിച്ചാൽ തെമ്മാടിത്തരം തന്നെയാണ്. ആരായാലും പൊതുജനങ്ങളെ വഴി നടക്കാനുള്ള അവകാശം തടസ്സപ്പെടുത്തിയിട്ടുമാരുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കാൻ അനുകൂലിക്കാൻ പറ്റില്ല. ഇതിന് ചെറ്റത്തരം എന്ന് പറയുന്നതിന് ഒരു കാരണം കൂടെ ഉണ്ട്. വളരെ ആസൂത്രിതമായി വളരെ പ്ലാൻ ചെയ്ത് നടത്തിയതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നലെ ഒരൊറ്റ KSRTC ബസിന്റെ ചില്ല് നശിപ്പിച്ചിട്ടില്ല. ഒരൊറ്റ പൊതുവാഹനങ്ങളുടെ, സർക്കാർ വാഹനങ്ങളുടെ ബോർഡ് വെച്ചിട്ടുള്ള വാഹനങ്ങൾ ഒരൊറ്റ എണ്ണത്തിന് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ കടകള് നിർബന്ധിച്ച് അടയ്ക്കുക, തെറി വിളിക്കുക, കാട്ടത്തറി കേട്ടാലറയ്ക്കുന്ന തെറിയും വിളിച്ച് അടപ്പിക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ അതിക്രമങ്ങൾ നടത്തിയിട്ടില്ല. അതായത് പൊതുമുതൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ പണി പാളുമെന്ന് കൃത്യമായി നിർദ്ദേശം കൊടുത്തു. ഞാൻ ചോദിച്ചോട്ടെ, ഇത് കൃത്യമായി ആസൂത്രണം ചെയ്തല്ല എന്നുണ്ടെങ്കിൽ ഈ ഇറങ്ങി അക്രമം കാണിച്ച മുഴുവൻ ആൾക്കാരും ഇത് എങ്ങനെ ഇത് കൃത്യമായി ഇത് പാലിച്ചു? വളരെ പ്ലാൻഡ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു അക്രമമാണ്. അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു കൊല്ലപ്പെട്ട ഒരുത്തന്റെ പേരിൽ നടത്തിയിട്ടുള്ള പരാക്രമമാണ്, അതിക്രമമാണ്. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം അവന്റെ വീട്ടുകാർക്കുണ്ട്. അവരിതുവരെ പ്രതികരിച്ച് കണ്ടില്ല. എനിക്ക് വളരെ ലജ്ജ തോന്നുന്നു, ഇങ്ങനെയുള്ള ഒരു കൂട്ടർക്ക് വേണ്ടിയിട്ടാണല്ലോ വീഡിയോ ചെയ്യേണ്ടി വന്നത് എന്ന്. കാരണം നമ്മളൊക്കെ പ്രതികരിക്കുന്ന ഇവിടെ അശരണരായിട്ടുള്ള അല്ലെങ്കിൽ ആലംബമറ്റവരായിട്ടുള്ള അങ്ങനെ കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് നീതി ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ ശബ്ദിക്കുന്നവരെ കൂടി എന്താ പറയാ, അങ്ങ് കയറ്റി വെക്കുന്ന വിധത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോൾ ഇതിപ്പോ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടി ഇന്നലെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ച് എൻട്രൻസ് എക്സാം ഉണ്ട് ഇന്നലെ. ആ എൻട്രൻസ് എക്സാമിന് പോകുന്ന വിദ്യാർത്ഥികളെ അവർ പോകാൻ സമ്മതിക്കില്ല, അവർ എഴുതണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുത്തനെ കൊന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഒരുത്തൻ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ ജീവൻ ഇല്ലാതെ പോയി എന്നതുകൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ കുട്ടികളെ ഭാവി നശിപ്പിക്കണം, മുഴുവൻ കുട്ടികൾക്കും 1 കൊല്ലം നഷ്ടപ്പെടുത്തണം, മുഴുവൻ രോഗികളും ചത്തു തൊലയണം. ഇത് തെമ്മാടിത്തരം എന്നുള്ളത് എന്താ പറയാ? Different angles. Don't forget to subscribe and support this channel.